കാസർഗോഡ് രാംദാസ് നഗർ പോസ്റ്റ് ഓഫീസ് 8 മാസമായി പ്രവർത്തിക്കുന്നത് കറണ്ടില്ലാതെ. മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. മധൂർ പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസ് പ്രവർത്തിക്കുന്ന മുറിക്ക് പ്രത്യേകം കണക്ഷൻ എടുക്കണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. കണക്ഷൻ ആവശ്യമുള്ള 60,000 രൂപ അടയ്ക്കാത്തതാണ് ദുരിതത്തിന് കാരണം. ഒന്ന് കണ്ടുവരാം. കറണ്ടില്ലാത്ത കറണ്ട് മീറ്റർ കത്തിയാണ്ട് കറണ്ട് ഇല്ല, മീറ്ററെല്ലാം മാറ്റി വെച്ചിന്. ഇപ്പം കറണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെയുണ്ട്. ഫാൻ വർക്കില്ല, പിന്നെ ബുദ്ധിമുട്ടല്ലേ. ലൈറ്റ് കാണുന്നില്ല. ഇപ്പം മൊബൈലിൻ്റെ ടോർച്ച് ഇട്ടിട്ട് പണിയെടുക്കുന്നുണ്ട്. ഒറ്റക്കുള്ളു, ചിലപ്പോൾ തിരക്കാണ്. ലൈറ്റ് എല്ലാം വരുമ്പോൾ പ്രോബ്ലം ഒന്നല്ല മൊത്തത്തിൽ. വീട്ടിലായെങ്കിൽ എവിടെയെങ്കിൽ സ്ഥാപനമെല്ലാം കറണ്ട് ആവശ്യമല്ലേ. അതില്ലാകുമ്പോൾ ഇങ്ങനെ വരും. മധൂർ പഞ്ചായത്തിലാണ് സംഭവം. കാസർഗോഡ് രാംദാസ് നഗർ പോസ്റ്റ് ഓഫീസിനാണ് ഈ ദുരവസ്ഥ. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ വല്ലാത്ത ദുരവസ്ഥയാണ്. 8 മാസമായിട്ട് അവിടെ കറണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ടില്ലാതെ ഈ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിലാണോ, ഈ തിരിപ്പോന്ന വെളിച്ചത്തിലാണോ? അവിടെ എത്തുന്നവരുടെ നിക്ഷേപ പരിപാടികളുണ്ട്, കത്തിൻ്റെ ഇടപാടുകളുണ്ട്, രജിസ്ട്രേഷനുകളുണ്ട്, പാഴ്സലുകളുണ്ട്. ഇതെല്ലാം ഈ പോസ്റ്റ് ഓഫീസ് ഈ മൊബൈൽ ഫോണിന്റെ ഇത്തിരി കുഞ്ഞു വെളിച്ചത്തിലാണോ നിയന്ത്രിക്കുന്നത്? അരുൺകുമാർ, തീർച്ചയായും അത് തന്നെയാണ്. വേനൽക്കാലത്തുൾപ്പെടെ അവിടുത്തെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ അവിടെ ഈ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളെല്ലാം ഈ ദുരിതം നേരിട്ടിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 8 മാസം മുമ്പാണ് അവിടെ ഈ വൈദ്യുതി ഇല്ലാതെയായത്. അതിനുശേഷം ഇത്രയും കാലം ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. നമ്മളവിടെ എത്തിയപ്പോൾ, ഇത് ഷൂട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാർ ഈ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് വെളിച്ചത്തിലാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എത്തിയ പൊതുജനങ്ങൾ ഉൾപ്പെടെ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മധൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ പോസ്റ്റ് ഓഫീസ് മുറി മാത്രമല്ല, ആ കെട്ടിടത്തിൽ തന്നെ മറ്റ് ഈ പഞ്ചായത്തിന്റെ ലൈബ്രറി ഉൾപ്പെടെ 3 കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 3 കെട്ടിടത്തിനും കൂടി ഒരു കണക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. 8 മാസം മുമ്പ് ഈ കണക്ഷൻ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയും അങ്ങനെ ആ ലൈൻ കത്തിപ്പോവുകയും ചെയ്തു. അതിനുശേഷം KSEB ജീവനക്കാരെത്തി അവിടെ പരിശോധിച്ചതിന് ശേഷമാണ് പറഞ്ഞത് അതിൽ ഈ പ്രത്യേകം, അതായത് പോസ്റ്റ് ഓഫീസിനുൾപ്പെടെ ആ മുറികൾക്ക് പ്രത്യേകം കണക്ഷൻ എടുക്കണം എന്ന് KSEB നിർദ്ദേശം നൽകി. എന്നാൽ പഞ്ചായത്ത് ഇതുവരെ അങ്ങനെ ഒരു കണക്ഷൻ എടുത്തില്ല. അതിൽ പഞ്ചായത്ത് അധികൃതർ പറയുന്ന വിശദീകരണം 60,000 രൂപ ആവശ്യമാണ്, അതിന് പ്രത്യേക പ്രൊജക്റ്റൊക്കെ പാസ്സാകണം, എന്നാൽ മാത്രമേ ഫണ്ട് ഉണ്ടാകൂ എന്ന വിശദീകരണമാണ് പഞ്ചായത്ത് നൽകുന്നത്. എന്നാൽ തപാൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല. ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ട അല്ല പോസ്റ്റ് ഓഫീസ്. അപ്പോൾ തപാൽ വകുപ്പ് മറ്റൊരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതാണ്. ആ നടപടിയും ഉണ്ടായില്ല. വലിയ ദുരിതമാണ് ജീവനക്കാരും അവിടെ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളും ഈ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് അനുഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഒരു പോസ്റ്റ് ഓഫീസിന്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊബൈൽ ഫോണിന്റെ ഒരു കുഞ്ഞു വെളിച്ചത്തിനകത്തെ ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ? അതും 8 മാസക്കാലം പറ്റുമെന്ന് രാംദാസ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ തെളിയിച്ചു.